നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ചോറിനൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീൻ കൊണ്ടിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ കറി എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. കറി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഗ്രേവിയൊക്കെ വേണ്ടേ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ചട്ടിയിലാണ് ചെയ്യണത്. ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു 1.25 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് അത്യാവശ്യം വലിയ സൈസിലുള്ളൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ സവാളയൊക്കെ ഒന്ന് റെഡിയായിട്ടൊക്കെ വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തേക്കാം. അപ്പോൾ സവാള ഒരു ബ്രൗൺ കളറിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ചെറിയ തക്കാളിയായിട്ട് ഞാനിവിടെ എടുത്തത്. അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് വരണം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് വേഗം വഴഞ്ഞിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പിൽ അളവിൽ ചെമ്മീൻ ഉണ്ടാവും കേട്ടോ. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഞാനിപ്പോഴാണ് ഉപ്പിട്ടത്. ഇത്രയും ഇതൊക്കെ ചേർത്തിട്ട് അത് ആ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. റെഡിയായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ചെമ്മീൻ ഈ ഒരു ഗ്രേവിയിൽ ഇട്ടിട്ടാട്ടോ ഒന്ന് വേവിച്ചെടുക്കാൻ പോണത്. പ്രത്യേകിച്ച് എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചെറിയൊരു ഗ്രേവി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകമാണ് എടുത്തേക്കണത്. അപ്പോൾ പെരുംജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ ആട്ടോ കിട്ടുക. അപ്പോൾ അത്യാവശ്യം തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം അവിടെ ഒരേപോലെ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഒരു 1/4 കപ്പൊക്കെ അളവിൽ മതിയാവും. ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വേവിക്കാൻ വെച്ച ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു തേങ്ങയുടെയൊക്കെ ആ മിക്സ്ചറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെമ്മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റി റെസിപ്പി എന്താണെങ്കിലും പരീക്ഷിക്കണം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഒരു പെരുംജീരകമൊക്കെ ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.